Welcome guys. Thank you. Thank you. ഗിരാജൻ കോഴി നോക്കിയിട്ട് ജോർജ് കോറെ കൊണ്ടുപോയ നായികയാണ് അനുപമ പരമേശ്വരൻ. എബിയുടെ പ്രിയയാണ് ജോസി നോക്കിയിട്ട് കിട്ടാതെ പോയത്. മനസ്സിലായിട്ടില്ല. അറിയുന്നില്ല. മുഖത്തേക്ക് നോക്കി ആ ക്രഞ്ച് മൊഞ്ചൽ. പ്രിയപ്പെട്ട ഐഷു, നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പടം വിഷു. കുറച്ച് വിഷം മാറ്റി കൊടുക്കും. പെണ്ണെ നീയാണ് എന്റെ മനുഷ്യ കൊയ്യാള, ഞാൻ ഷാരുഖാനും തൊറ്റുപോണ ഒരാള. പെണ്ണെ നീയാണ് എന്റെ മനുഷ്യ കൊയ്യാള. ഞങ്ങള് കണ്ണാടി വെക്കുന്നത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ കണ്ണാടി വെച്ചത്. പക്ഷെ ഞങ്ങളുടെ കണ്ണാടി നിങ്ങളുടെ കണ്ണാടി നമ്മുടെ വ്യത്യാസമുണ്ട്. കോസ്മോഫിലിന്റെ നിങ്ങൾ ഞങ്ങളുടെ സ്റ്റൈലൊന്ന് കൂട്ടി പിടിക്കാനായിട്ട്, ഐ മീൻ ഞങ്ങളുടെ കൂടെ പിടിക്കാനായിട്ട് നിങ്ങൾ വെച്ചതായിരിക്കും അല്ലേ? നിങ്ങളുടെ കൂടെ പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ട്രെയിലറല്ലേ കണ്ടോളൂ, പടം കണ്ടില്ല. അങ്ങനത്തെ പാലത്തെ മംഗളമരുളും ഗോവിന്ദ. പ്രേമം മുതലപ്പുള്ളി നോക്കി വെച്ചിരിക്കുന്ന പെൺകുട്ടിയാണ്. കപ്പ് കട്ട് ചെയ്ത് നിപ്പിട്ട മതി. ബൊഗൈൻവില്ലയില് കുഞ്ചക്ക ചേട്ടന്റെ പെറ്റുകളുമായിട്ട് പെറ്റിന് വേണ്ടിട്ട് വേറൊരു സിനിമ മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. അതാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. മതിയോ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ പെറ്റുണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവരെ പറ്റിയിട്ട് എല്ലാം അറിയപ്പോ. പെറ്റിന് ഞാൻ ഉണ്ട്. പറയടാ. സോറി, പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ഡയറക്ടറാണ് വിളിക്കുന്നത്. അടുത്ത അഭിനവ് സുന്ദർ നായിക്കെ പറയടാ. നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ അപ്ലോഡ് ചെയ്തോ? സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. അടുത്ത ചോദ്യം. ഈ പടം 3D ആണെന്ന് വിചാരിച്ചു. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainment. So, in the kude team Hello Mammiyanu. Welcome guys. Thank you. അപ്പൊ കണ്ണാടിയൊക്കെ ചിലർ ഓണാണ്. സോ സിനിമ ശരിക്കും ഞാൻ അതിന്റെ ട്രailer കണ്ടു. ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഞാനൊരു ഫാന്റസി സിനിമയുടെ ആരാധകനാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഫ്റ്റർ ഓൾ അതിനപ്പുറത്തേക്ക് എന്താണ് ഹലോ മമ്മി? ചോദ്യം നായകൻ അച്ഛനെ ഇത് ആക്ച്വലി ഞങ്ങൾ മച്ചാമായി. അതെ, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാന്റസി പരിപാടിയാണ്. ഒരു എന്താ പറയുക, നമ്മൾ കുറേ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമ പോലത്തെ ആ ഒരു ഇത് തോന്നാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് ഈ സിനിമയെക്കുറിച്ച്. ഇതിൻ്റെ ഹ്യൂമറും പരിപാടിയൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. അല്ലാതെ തന്നെ ഒരു സിനിമ അതിൻ്റെ അല്ലാതെ തന്നെ ഒരു ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ നമ്മളെല്ലാവരും ഒരുപാട് ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും സങ്കടപ്പെടുത്താനും എല്ലാം പറ്റുന്ന ഒരു ക്യാരക്ടറും കൂടി ഈ സിനിമയകത്തുണ്ട്. അത് ആരുടെ ക്യാരക്ടറാണ്? അതാണ് ഞങ്ങളുടെ മമ്മി. ഈ മമ്മി ആരാണ്? മമ്മി ഭയങ്കര ദുരൂഹമായിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. സിനിമയുടെ 21-ാം തീയതി നമുക്ക് റിവീൽ ചെയ്യാം അല്ലേ? അതിനപ്പുറത്തേക്ക് ഐശ്വര്യ ലക്ഷ്മി പറയൂ ക്യാരക്ടറിനെ പറ്റി. എന്റെ ക്യാരക്ടറിന്റെ പേര് സ്റ്റെഫി എന്നാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ സ്റ്റെഫി ഇദ്ദേഹത്തിന്റെ ഒരു പടം ഡയറക്ട് ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു എനിക്ക് സ്റ്റെഫി എന്ന് എന്റെ നായികനെ വിളിക്കണം. അത് അതിനുവേണ്ടി, അല്ലെങ്കിൽ ഇതിനു മുന്നേ പേര് അഞ്ജലി എന്നായിരുന്നു. പുള്ളി പറഞ്ഞിട്ടാണ് സ്റ്റെഫി എന്നാക്കിയത്. അല്ലല്ലോ, ഒരു സംശയം അല്ല, ചെറുപ്പക്കാർ സ്റ്റെഫിയോട് എന്താ ഒരു പ്രത്യേക ആരാധന? അങ്ങനെ സ്കൂൾ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും? ഇല്ലില്ല, സ്കൂളിൽ പോയിട്ടില്ല. എനിക്കറിയാവുന്ന ഏക സ്റ്റെഫി ഈ പറഞ്ഞ പോലെ മധുര മനോഹരത്തിന്റെ ഡയറക്ടർ സ്റ്റെഫിയാണ്. അപ്പൊ ഞാൻ കഥ കേൾക്കുമ്പോഴും സ്റ്റെഫി എന്നായിരുന്നു പേര്. പക്ഷെ എന്റെ ക്യാരക്ടറിന്റെ പേര് വേറെ ആയിരുന്നു, ടോണിയായിരുന്നു. അപ്പൊ ടോണി എന്നുള്ള ക്യാരക്ടറാണ് പെറ്റ് ഡിറ്റക്റ്റീവില്. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിനെപ്പറ്റി ഇവിടെ പരാമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. അനുപമ പരമേശ്വരൻ അതെ, അതെ. പ്രസക്തി ഇത് മനസ്സിലായോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക്? അതായത് ഗിരിരാജൻ കോഴി നോക്കിയിട്ട് ജോർജ് കോറെ കൊണ്ടുപോയ നായികയാണ് അനുപമ പരമേശ്വരൻ ആണല്ലോ. എബിയുടെ പ്രിയയാണ് ജോസി നോക്കിയിട്ട് കിട്ടാണ്ട് പോയത്. അപ്പൊ അങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. മരുന്ന് ഡെപ്പി അല്ല സോറി, ഇങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. അതാണ് മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ അതെ, അറിയുന്നില്ല. പെർഫെക്റ്റ്. ഓക്കെ, ഞാൻ ഒരു കാര്യം അദ്രി ജോയി വിളിപ്പുണ്ട്, പ്രശസ്ത കലാകാരൻ. കലാകാരനല്ലേ? എനിക്ക് ഒറ്റ കാര്യം മാത്രം, ഐശ്വര്യലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ആ ക്രഞ്ച് മൊഞ്ചൽ ഒരു 4 പേര്. 4 പേരല്ല, ഞാൻ കുറച്ചു നേരം മുന്നേ പറഞ്ഞേ ഉള്ളൂ. എന്നാലും ഞാൻ ഐശ്വര്യലക്ഷ്മിയെ നോക്കി, ശ്രുതിയെ നോക്കി. പ്രിയപ്പെട്ട ഐഷു, നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പടം വിഷു. കുറച്ച് വിഷം മാറ്റി കൊടുത്തു. ഒരു റെസ്പോൺസിബിൾ ഞാനതല്ല, ക്രിഞ്ച് മൊഞ്ചനാ. ക്രിഞ്ച് മൊഞ്ചനാ. ക്രിഞ്ച് മൊഞ്ചൻ. ഞാൻ ഷാരൂഖ് ഖാനും തൊറ്റുപോണ ഒരാളാ, പെണ്ണ് നീയാണ് എന്റെ മനുഷ്യ കൊയ്യാളാ. ഞാൻ ഷാരൂഖ് ഖാനും തൊറ്റുപോണ ഒരാളാ, പെണ്ണ് നീയാണ് എന്റെ മനുഷ്യ കൊയ്യാളാ. എടി നമ്മളാണ് ജോഡി, തരി വേണ്ട മോളെ പേടി. ഐ ക്യാൻ ബി യുവർ മമ്മി ഡാഡി, യു ക്യാൻ ബി മൈ എവറി ബോയ്. ഐശ്വര്യ ആദ്യമായിട്ട് കേൾക്കാം. ഇനി ഇത് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കും. ഈ ഇന്റർവ്യൂ എടുത്തു വെച്ച് ഞാൻ എല്ലാ ദിവസവും കാണും. അതിന്റെ ഇടയ്ക്ക് സിനിമയെ പറ്റി കൂടി ജഗദീഷ് പറയൂ, ലൈക്ക് ഡയറക്ടറെ പറ്റി പറയൂ. സിനിമയുടെ ജോണർ നമുക്ക് മനസ്സിലായി, പറയുന്ന ഒരു ത്രില്ലിംഗ് എലമെന്റ് ഉള്ള ഫാന്റസി. അപ്പുറത്തേക്ക് കോമ്പിനേഷൻസ് ആരൊക്കെയാണ്, കാസ്റ്റ് ആരൊക്കെയാണ്? ജോമോൻ, ഞാൻ, ഐശ്വര്യ, ശ്രുതി, ഞങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നീരാഗംഗ, അജു വർഗീസ്, ജഗദീഷ് ചേട്ടൻ, ജോണി, ബിന്ദുജ, അങ്ങനെ കുറെ പേരുണ്ട്. ബിന്ദു പണി. ഒരു മിനിറ്റ്, ഞങ്ങള് കണ്ണാടി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് കണ്ണാടി വെക്കുന്നത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ കണ്ണാടി വെച്ചത്. പക്ഷെ ഞങ്ങളുടെ കണ്ണാടി നിങ്ങളുടെ കണ്ണാടി തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ചോദിക്കൂ, എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? അങ്ങനത്തെ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നൊക്കെ ഇംഗ്ലീഷിലും നിങ്ങൾ ഞങ്ങളുടെ സ്റ്റൈലൊന്ന് കൂട്ടിപ്പിടിക്കാനായിട്ട്, ഐ മീൻ ഞങ്ങളുടെ കൂടെ പിടിക്കാനായിട്ട് നിങ്ങൾ വെച്ചതായിരിക്കും അല്ലേ? നിങ്ങളുടെ കൂടെ പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഈ കണ്ണാടിയല്ല ആ കണ്ണാടി. ജോമോന് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. എന്താണ് കഥാപാത്രം? ഞാൻ ഷറഫ്ക്കയുടെ അടുത്ത സുഹൃത്താണ്. ഉയർ നൻപൻ. ഒരു നൻപനാണ്. അവസാനം വാക്ക് മാറ്റി വിളിക്കുന്നു. രണ്ടക്ഷരമുള്ള കാര്യങ്ങൾ വന്നാൽ സ്വാഭാവികം. പുള്ളിയുടെ അടുത്ത സുഹൃത്താണ്. പുള്ളിയെ കല്യാണം കഴിക്കാൻ പോലും അനുവദിക്കാത്ത അത്ര പുള്ളിയായിട്ട് സ്നേഹമുള്ള ആര് സിഗ്മ പ്രപ്പോസ് ചെയ്യുന്ന സീൻ കുറെ ഉണ്ടല്ലോ, സമ്മതിക്കുന്നൊക്കെ ട്രെയിലറല്ലേ കണ്ടോളൂ, പടം കണ്ടില്ല. പറയൂ ശ്രുതി, എന്താണ് കഥാപാത്രം? എന്റെ പേര് ടിൻസി എന്നാണ്. ഞാൻ അദ്രിയുടെ വൈഫ്, അതായത് ഷർഫിക്ക ചെയ്യുന്ന ബോണിയുടെ സിസ്റ്റർ ആണ്. ഇവർ രണ്ടും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും. അപ്പോ ഇവർക്ക് കുറച്ചും കൂടെ ബോണ്ട് കൂട്ടാൻ വേണ്ടി ഇയാൾ എന്നെ കെട്ടി എന്റെ തലയിലായി. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. കണ്ടില്ലേ, ഈ ഒരു വൈബിൽ തന്നെയാണ് മൊത്തം പടമൊക്കെ പോയത്. ഞാൻ ഇതുപോലെ ഒരു ഫാന്റസി മൂവിയുടെ ഒക്കെ പാട്ടായതില് ഫാന്റസി ഈ പറഞ്ഞ പോലെ ഒരു ഫാന്റസി മൂവിയുടെ ഒക്കെ പാട്ടായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ് പടത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട് നമുക്ക്, അതായത് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. സോ ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു. ആണെന്ന് എടുക്കട്ടെ.
ഓർത്തെടുക്കാനൊക്കെ പറ്റും. അറിയില്ല. ഓർത്തെടുക്കാൻ പറ്റിയൊന്നുമില്ല സിനിമയെ പറ്റിയിട്ട്, പഴയ സീൻ പുതിയ സീനൊക്കെ. ഓക്കെ, മലയാള സിനിമയില് നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു കോമഡി സീൻ ഏത് സിനിമയാവാം? അവിടുന്ന് അതിരി പറഞ്ഞു തുടങ്ങിയാൽ ഇങ്ങനെ പോകാം. അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഫേവറേറ്റ് സീൻ ഉണ്ടാവില്ലേ? മീശമാധവൻ ആ, വിശ്വമാധവനിലെ എല്ലാ സീൻസും. ഒരു സീൻ പറയും. ഏത് പെങ്ങളുടെ കല്യാണം? എല്ലാ കല്യാണം, എല്ലാ വേറെ ഒരു സിനിമ സീൻ ഓർമ്മയില്ലല്ലേ? ഇല്ല, എനിക്ക് ആ ഡയലോഗ് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ പെങ്ങളുടെ കല്യാണം മുടങ്ങിക്കണ ദിലീപണ്ണെ കണ്ടപ്പോ നിങ്ങൾക്ക് ചിരി വന്നോ? ഭയങ്കര മോശമായി. അത് എല്ലാ സിനിമ എല്ലാ സീനും കണ്ടിട്ടില്ല. ഭയങ്കരമായ ആള്. ഓ അങ്ങനെ ആ, എല്ലാ കോമഡി സീനും. ആയി. ഒരു സീൻ പറയും. ഒരു scene. കള്ളൻ വീട്ടിൽ കയറുന്നേ, ആ, അപ്പൊ അപ്പൊ കൊറേ പിടിക്കുന്നു. കരിഞ്ഞാണ് അരഞ്ഞാണോ? കള്ളൻ വീട്ടിൽ കയറി ഹേർഡിൽസ് ഒക്കെ ചാടി വന്ന് ഇതിൽ ഉരുണ്ട്, പിന്നെ അതിനകത്ത് വീണ്, പിന്നെ ചാക്ക മുകളിലേക്ക് വന്ന്, പിന്നെ പൊടിയിട്ട് ആ സാധനം. അതാണ് ഏറ്റവും ഇഷ്ടം. അതിലെ അയാളുടെ അവസ്ഥയല്ലേ ഇത്? അതെ. ഒരു പാവത്തിന്റെ അവസ്ഥ അവിടെ പറഞ്ഞില്ല. എനിക്ക് പെട്ടെന്ന് ഇപ്പൊ കുബേരന്റെ അകത്ത് മണിച്ചേട്ടനും ദിലീപും കൂടെ ഒരു ചവിട്ടുന്ന വണ്ടിയുടെ പുറകെ കയറി നിന്നിട്ട് ഒരു സൈക്കിളല്ലേ അപ്പൊ ഇത് വന്നിട്ട് കൊതിയാവണമെന്ന് പറഞ്ഞ സീൻ എനിക്ക് ഭയങ്കര ഇപ്പോഴും ഉണ്ടായ സീൻ. പശു എനിക്ക് കുറേ സീൻസ് ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പടം ഇല്ലേ, മാനർ മത്തേ സ്പീക്കിങ്ങിന്റെ റാംജി റാവു സ്പീക്കിംഗ് ഇല്ലേ, അതിനകത്ത് ഒരു ബാലകൃഷ്ണൻ കിടക്കാൻ ഒരു മുറി അവസാനം ചോദിക്കുമ്പോ എനിക്കൊരു അതാണ് നിന്റെ പ്രശ്നം, എന്റെ പേര് ബാലകൃഷ്ണൻ, അതാണ് നിന്റെ പ്രശ്നം. ആ മൊത്തത്തിലുള്ള കോൺവെർസേഷൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടെണ്ണം പറഞ്ഞു. എനിക്ക് ഇങ്ങനെ കുറെ ഉണ്ട്, പക്ഷേ ഈ ലാസർ പാലായിന്ന് എന്റെ കൊച്ചിനെ കാണാൻ പോണം. മല മല എനിക്ക് കല്യാണരാമനില്ല, മറ്റേ ചോറിനടുത്തെ. ഈ ഒരു പാട്ട് കേട്ടാൽ ഞാൻ അറിയാതെ തുള്ളിപ്പോവും, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കോമളവല്ലി എന്റെ താമരയിൽ, കോമളവല്ലി എന്റെ താമരയല്ലി, കട്ടുറുമ്പിന് കൂട്ടിരിക്കണ പെണ്ണാണ് നീ. ആ സാധനം രണ്ടുപേരെന്ന് പറയാം, കറക്റ്റ് രണ്ടുപേരും. അങ്ങനെയൊക്കെ ചോദിച്ചാൽ മറ്റേ സാധനം പളനിമല മുരുകന് പള്ളി ആ പള്ളി വരിക വരിക വടിവേല അവിടെ താങ്കണക്ക് അതല്ലേ. ഞാൻ ഇട്ടായിരുന്നു, കേട്ടില്ലല്ലേ? ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് എനിക്ക് ഒരു ചാൻസും കൂടെ തരാം. അയ്യോ, പറയാം, ഷർഫൊക്കെ പറയാം. തിരിച്ചു വരാമല്ലോ, തിരിച്ചു വരാം പറഞ്ഞു. എന്റെ അടുത്ത് വന്ന് പോയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഡാൻസ് ചെയ്ത് അങ്ങനല്ല, ഏറ്റവും കാണുമ്പോ തന്നെ നമുക്കൊരു നമ്മുടെ എല്ലാ ആലാലെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടി പട്ടിക്ക് തേരുക നിങ്ങളിലേക്കും വേഗത്ത് നിന്നെ വരും ഗോവിന്ദ അങ്ങനത്തെ പഞ്ഞത്തെ മംഗളമരുളും ഗോവിന്ദ ഭക്തിമാർഗമാണല്ലോ മൊത്തത്തിൽ. എനിക്ക് ഈ അടുത്ത് മറ്റേ ഇതൊക്കെ രശമോ രശമോ എനിക്കാ പിന്നെ നരനില്ല, മറ്റേ അത് കോപ്പി അടിക്കുന്നു, കോപ്പി അടിച്ചു. അല്ല, കോപ്പി അടിച്ചില്ല, നമ്മുടെ നാട്ടിൽ അതെ, അവിടെയും വേൽമുരുകൻ. ഗാനമേളയ്ക്ക് ഉള്ള ഏറ്റവും നല്ല നമ്പർ വൈബ് വൈബ് ചെയിൻ സോങ്ങിൽ വരുന്ന ഇതിലെല്ലാരും കളിക്കും. നാട്ടുകാർ എത്ര നിന്ന് ഫ്രണ്ട് നിന്ന് കളിക്കുന്നുണ്ട്. കണ്ടതും കേട്ടതും ഒക്കെ കളിക്കും. അതെ അതെ. ലാസ്റ്റ് നമ്മള് വെയിറ്റിംഗ് ആണ് ഐശ്വര്യലക്ഷ്മിയുടെ ആ പാട്ട്. ഞാനിപ്പോ ആലാരി ഗോവിന്ദ പറഞ്ഞു. പിന്നെ മാറ്റും എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വേറെന്തോ പറയാം. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഞാനും ഉണ്ടായിരുന്നല്ലോ. മോസ്റ്റ് വാച്ച്ഡ് മൂവി മലയാളത്തിൽ? ഗോഡ് ഫാദർ. മണിച്ചിത്രത്താഴ്. പറക്കുന്നില്ല ആക്ച്വലി മീശമാധവനോട് വിശ്വമാധവൻ. വിശ്വനാഥനാണ് മോസ്റ്റ് വാച്ച്ഡ്.
ശരിക്കും റിപ്പീറ്റഡ്ലി സിനിമകൾ കാണാറുണ്ടോ? ഒരു സിനിമ മൾട്ടിപ്പിൾ ടൈം ഓരോ സിനിമയും ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഓരോ രീതിയിൽ തോന്നാറുണ്ട്. ഉണ്ട്. വെട്ടു ഞാൻ കുറെ ഓക്കെ, ഇനി ചേട്ടൻ എന്താ പറയാ? അയ്യോ പറഞ്ഞില്ലായിരുന്നു, sorry, പറ. എനിക്ക് മീനത്തിൽ താലിയിട്ട് ആ അടിപൊളി പടം. പാട്ടുകൾ ഓർമ്മയുണ്ട്? അതിൽ വേറൊരു പാട്ടുണ്ടല്ലോ, നല്ല പാട്ട്. വേറെ പാട്ടുണ്ട്. മീനത്തിൽ താലകെട്ടിൽ മറ്റേ പാട്ട്. ഊട്ടിയില് മറ്റേ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഷൂട്ട് ചെയ്തൊരു പാട്ടുണ്ട്, മറന്നുപോയി. നല്ല പാട്ട്. ഓക്കെ, കമന്റ് ചെയ്യുക guys. അല്ല ആ പാട്ടിന് ഇനി കുട്ടി മാമ അത് കേട്ടപ്പോ ഞാൻ ഞെട്ടി മാമ. അതാണ് കേസ്. ഫോർത്ത് വൺ, അഭിനയം കണ്ട് അന്താളിച്ചു പോയ ഞെട്ടിപ്പോയ ഒരു മമ്മൂക്ക സിനിമ, ഒരു ലാലേട്ടൻ സിനിമ. ഒരുപാടുണ്ട്, എല്ലാവർക്കും അറിയാം. അതല്ല, നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അഭിനയം കണ്ടിട്ട് എന്താണ് ആ സാധനം എന്ന് തോന്നിയ? വാത്സല്യം സദയം. മമ്മൂക്ക. അയ്യോ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് പറയാൻ പറ്റുമോ? ഇല്ല, ഒരെണ്ണേ പറയാൻ പറ്റും. മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് എന്തായാലും ഒന്ന് മുന്നറിയിപ്പ് മമ്മൂക്ക. മുന്നറിയിപ്പിലും ലാലേട്ടൻ തന്മാത്ര. തന്മാത്രയിലെ ലാലേട്ടൻ. ഞാൻ പറയാൻ വെച്ചിട്ട് നന്നാക്കി പറയും. മണിക്കുട്ടി ഓടി തുടങ്ങി പെട്ടെന്ന്. ഉണ്ണികളെ ഒരു കഥ പറയാം. ആ, രണ്ടും രണ്ടും ലാലേട്ടൻ അല്ലേ? ഇന്ദ്രപ്രസ്ഥം. എനിക്ക് എന്റെ കുട്ടി ഏതാന്ന് ഇതിൽ അറിയണ്ട എന്ന് പറയുന്നില്ല, എനിക്കറിയണ്ട. ഓക്കെ, അവിടെ രണ്ടു കുട്ടികളുടെ സാധനം. സദയം, ആ പിന്നെ ഇത് നമ്മുടെ വട്ടുള്ള ബാലമാഷ് തനിയാവർത്തനം. തനിയാവർത്തനം. കറുത്ത പക്ഷികളും ഭ്രമരവും. ഭ്രമരം. അതൊരു choice. ഇനി നല്ല പൊള്ളപ്പൻ ഇടിപ്പടം, ഫേവറേറ്റ് ആക്ഷൻ സിനിമ. തല്ലുമാല. ഇടിപ്പടം. അവിടെ അയ്യോ മലയാളമാണോ? അല്ല, അത് അങ്ങനെയില്ല. ഇംഗ്ലീഷിലേക്ക് ഒരുപാട് ഉണ്ട്. മലയാളം തന്നെ. മലയാളമാണ് ബെറ്റർ. മോസ്റ്റ് ഫേവറേറ്റ് തമിഴിലോ തെലുങ്കിലോ ആണെങ്കിൽ ഇതിന് മാത്രം ആലോചിച്ചെന്ന് പറയേണ്ട പെട്ടെന്ന്. മലയാളത്തിൽ ഇടിപ്പടങ്ങൾ RDX. യെസ്, ഐശ്വര്യ ലക്ഷ്മി. ഓക്കെ, ആലോചിക്കണം. പാസ്. നരസിംഹം. നരസിംഹം. എന്നാ രാവണപ്രഭു. ആക്ഷൻ ഒക്കെ ഉള്ള പടം. ന്യൂഡൽഹി ഭയങ്കര ഇഷ്ടം. ന്യൂഡൽഹി. പറഞ്ഞില്ലല്ലോ, രാവണപ്രഭു. രാവണപ്രഭു. ഞാൻ പറയുന്ന ആൻസർ രാവണപ്രഭു എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ. രാവണപ്രഭു. ഓക്കെ, ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഓർമ്മയുള്ള റിയാലിറ്റി ഷോസ്, കോമഡി ഷോസ്, മ്യൂസിക് ഷോസ് അതൊക്കെ കോമഡി സ്റ്റാർസ്, ഐഡിയ സ്റ്റാർ സിംഗർ, Idea സൂപ്പർ ഡാൻസർ, പിന്നെ അതൊക്കെ അത് മൂന്നും. പിന്നും താരം. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ജഗദീഷ് ഏട്ടൻ ഇങ്ങനെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ. എന്റെ വീട്ടിൽ ഹിന്ദി സീരിയലാണ് കണ്ടോണ്ടിരുന്നത്. ദിശായേ, ഓം നമ ശിവായ, പിന്നെ രാവിലെ 9 മണിക്കത്തെ മഹാഭാരതോ രാമായണോ സ്വാഭിമാൻ. സ്വാഭിമാൻ നല്ലല്ല. സ്വാഭിമാൻ കല്ലല്ല. ഇതൊന്നും എനിക്കറിയില്ല. പിന്നെ പണ്ട് അച്ഛനോട് കണ്ടിട്ട് ചന്ദ്രകാന്തിയോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. ഫെയിന്റ് ഓർമ്മ ഉണ്ടായിരുന്നു. റിയാലിറ്റി ഷോ ആണ്. എന്തും ആവാം. നമ്മുടെ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ടിവിയുടെ മുമ്പിൽ ഇരുത്തി ടെലിടബീസ്. ദൂരദർശനിൽ സംഭവങ്ങളൊന്നും ഓ യെസ് യെസ് യെസ്. ടെലിടബീസ് പരിപാടി എന്താ സംഭവം? ഹൊറർ പരിപാടി. ഹൊറർ എക്സ്പീരിയൻസുകൾ ഹിന്ദിയിൽ എടുത്തിട്ട് ഇവര് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് ഒരാളിങ്ങനെ മറ്റേ മഞ്ഞ പച്ച നീല. രാത്രി 11 മണിയാകുമ്പോ 10 മണി 11 മണിയാകുമ്പോ എന്റെ വീട്ടിൽ കേബിൾ കണക്ഷൻ ഇല്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇതായിരിക്കും ഐഡിയ സ്റ്റാർ സിംഗർ Idea Star Singer ഭയങ്കര ഒരു സമയത്ത് ഭയങ്കര കേബിൾ വന്നു. ഓക്കെ, ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്ന മധുര പലഹാരം ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അത് കഴിക്കാൻ അങ്ങനെ കിട്ടാറില്ല. ബോളി. ബോളി. ഓണത്തിന് മാത്രമേ കിട്ടൂ. ട്രിവാൻഡ്രം സൈഡ് ബോളി കഴിച്ചു. വണ്ണാണ്. സൂപ്പറാണ്. പാലോസുണ്ട്. അബലൂസ് ഉണ്ട്. കിട്ടൂലേ? കിട്ടിയില്ല, കടയിൽ കിട്ടുള്ളൂ. വീട്ടില് പണ്ട് കിട്ടാത്ത സാധനങ്ങൾ ഇപ്പൊ കിട്ടാറുണ്ട്. അല്ലാണ്ട് കിട്ടാത്ത കിട്ടായികയില്ല. കിട്ടായിക സ്വിഗ്ഗി ഉള്ളതുകൊണ്ട്. അതെ, സ്വിഗ്ഗി കൊണ്ട് എല്ലാം കിട്ടും. എല്ലാം വലിയ ഞാൻ ഉന്നക്കായ കഴിക്കുന്നത് വളരെ വളരെ വൈകിയാണ്. ഉന്നക്കായ മലബാർ മേഖലയിൽ ട്രിവാൻഡ്രം സൈഡിൽ ഉന്നക്കായ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഈ അടുത്തെന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ, അവിടെ
ഒരു പലഹാരം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും. അറ്റാച്ച് അവിടെ മാവ് മുട്ടായി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ ബോംബെ മുട്ടായിയുടെ വേറൊരു സാധനം, 1 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഞാനൊക്കെ 7 പഠിക്കും, പിന്നെ അത് കണ്ടിട്ടില്ല. ഇപ്പൊ വണ്ടിയിൽ തള്ളിക്കൊണ്ട് പോകുന്ന മറ്റേ വേറൊരു സാധനമില്ലേ നമ്മുടെ ഈ ഐസ് അല്ലേ, കളറൈസ്. ഇല്ല. പിന്നെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു ഈ കൊടയുടെ കമ്പി പോലൊക്കെ ഇങ്ങനെ ആനിമൽസിന്റെ സാധനമാണോ? ബോൾ പോലെ ഇരിക്കുന്നത്. ബോളോ അതാണ് എനിക്കറിയാം. അല്ല അതല്ല, ഒരു ഇങ്ങനത്തെ ഓക്കെ. അതായത് നമ്മുടെ ഈ അപ്പൂപ്പനൊക്കെ കൊണ്ടുപോണ കമ്പില്ലേ, കെയിൻ സ്റ്റിക്കിന്റെ ഷേപ്പിലിരിക്കുന്ന പക്ഷെ വെള്ളയിൽ ഇങ്ങനെ ലൈൻസ് ഉള്ള കട്ടിയുള്ള ഷുഗറിന്റെ മുട്ട, ലോലിപോപ്പ് പോലെ കഴിക്കുന്ന കളർ ലൈൻസ് അല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻ സെഷൻ, കൗമാര കാലഘട്ടത്തിൽ നിങ്ങൾ കൂടുതൽ അനുകരിച്ചിരുന്ന ഒരു സ്റ്റൈൽ ആയിരുന്നു? ലാലേട്ടൻ. ശോഭന. ശോഭന ഡ്രസ്സിങ്സ് ഒക്കെ. ഡ്രസ് ആവാം, ഹെയർ ആവാം, മൊത്തത്തിലുള്ള ഹെയർ ആവാം. ആരായിരുന്നു ഒരു ഇൻസ്പിറേഷൻ? പാസ് ചെയ്യാൻ പോവായിരിക്കും. എന്നിട്ട് പറയൂ എന്നാ. എനിക്ക് 10 വയസ്സിന്റെ സ്റ്റൈൽ ഉണ്ടായിരുന്നില്ല. അങ്ങനൊക്കെ പറഞ്ഞ വളരെ കൗമാര കാലത്തല്ലേ. ഒരുപാട് ആലോചിക്കും. ഒരാൾ പറഞ്ഞ മറ്റൊരാൾ പറഞ്ഞു. ഈ MTVയില് വരുന്ന RJs ഒക്കെ ഇടുന്ന സാധനം നമ്മുടെ MTVയിലാണോന്ന് അറിഞ്ഞൂടാ. അവരുടെ MTVയോ VFXോ V9ഓ അങ്ങനെ എന്തോ ഒരു ചാനൽ വി. ശ്രിയ റെഡ്ഡി. ശ്രിയ റെഡ്ഡി നമ്മുടെ ബ്ലാക്കിലെ ആക്ടർ. ശ്രിയ റെഡ്ഡിയുടെ സ്റ്റൈൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. SS മ്യൂസിക്കിലായിരുന്നു അവര്. SS മ്യൂസിക് ആണോ? ആങ്കർ ആയിട്ട് വന്നിരുന്ന SS മ്യൂസിക്. അവിടെ ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ മറന്നു. എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് എനിക്ക് കുനാൽ എന്ന് പറഞ്ഞ ഈ കാതലർ ദിനം എന്ന് പറഞ്ഞ സിനിമയില്ലേ, കുനാൽ പുള്ളി ഇല്ല ഇപ്പൊ, പുള്ളിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എന്താ ഇടാൻ സമയക്കണ്ടേ? അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. എനിക്ക് ഞാൻ ഹെയർ ഒക്കെ അങ്ങനെ മുടി മഷ്റൂം കട്ട് പോലത്തെ മറ്റേ 2 സൈഡിൽ ആ സമയത്ത് തന്നെ ഡിക്കാപ്രിയോടെ സ്റ്റൈൽ അത് തന്നെ. എനിക്ക് തേരെ നാം കണ്ടിട്ട് സൽമാൻ ഖാന്റെ ഹെയർ ഇത് മറ്റേ പടമല്ലേ എന്ന് വിലയഴകി, ആ പടത്തിലേക്ക് കയറും. ഓക്കെ. ലാലേട്ടൻ. ലാലേട്ടന്റെ ഏത് സ്റ്റൈലായിരുന്നു? ലാലേട്ടൻ ഇഷ്ടമാണ്. എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും. ഓക്കെ ഫൈൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഡാൻസ് പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. ശരിക്കും ആ പാട്ട് ദിൽവാലെ ദുൽഹനി ആ സംഭവം ഉണ്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ആ മൊത്തത്തിൽ എൻ്റെ മേക്കിംഗ്? അതിൽ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. ഓർമ്മിപ്പിക്കല്ലേ അടിപൊളി ഡാൻസ് ചെയ്തു, ഭയങ്കര. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഡാൻസ് പറ്റുന്നത്. അത് ഒരു സിനിമയിലേക്ക് വന്ന് ലാൻഡ് ചെയ്ത് 2ാമത്തെ ദിവസം തന്നെ ഈ പരിപാടി തുടങ്ങി പോയി. ഇതൊക്കെ ചെയ്യാതെ അങ്ങനെ അതിൻ്റെ അകത്ത് പെട്ടിട്ട് അത് ചെയ്യേണ്ടി വന്നു. അതാണ് കൊറിയോഗ്രാഫർ ആയിരുന്നു. എന്തോരം ഹാർഡായിരുന്നു അത് ചെയ്യാൻ? ശരിക്കും കഷ്ടപ്പാടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായി. ചെയ്യാനല്ല, അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള. അതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അത്ര കോൺഫിഡന്റ് അല്ലായിരുന്നു ഡാൻസ്. വളരെ കുറച്ച് സമയമാണ് അല്ലേ നമ്മള് ഭയങ്കര കുറച്ച് സമയം കിട്ടുള്ളൂ നമുക്ക്. തലേ ദിവസം മ്യൂസിക് ഒന്നും അങ്ങനെ പെട്ടെന്നാണ് അതിലേക്ക് എത്തിയത്. പക്ഷെ ഇങ്ങനെ ഹാപ്പി. രാത്രിയൊക്കെ നല്ല കളിക്കുന്നുണ്ട്. അതെ അതെ. പിന്നെ തല്ലുമാലയിലും ഡാൻസ് കളിക്കാൻ ഒരു കല്യാണ പരിപാടി ഞാൻ എപ്പോഴാണ് ഡാൻസ് കളിച്ചത്? തല്ലുമാലയിൽ ഞാൻ എന്റെ ഡാൻസ് കണ്ടിട്ട് പോയി അപ്പടെ പോയി ബോണറ്റിൽ പോയി തട്ടിട്ട് സോറി കല്യാണമല്ല നമ്മുടെ മറ്റേ സിനിമയിൽ കളിക്കുന്നത് അത് സുലേഖ മനസ്സിൽ ഞാൻ ഡാൻസ് കളിച്ച് 3 ദിവസം തന്നെ ഡാൻസേഴ്സിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യിച്ചു. അപ്പൊ ഞാൻ എന്തായാലും അവരായിട്ട് സിങ്ക് ചെയ്യുന്നില്ല. അപ്പൊ മാസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു ബ്രോയ്ക്കർ ആവുന്ന 4 സ്റ്റെപ്പ് പോകാം, അത് ഞാൻ അവരെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടാണ് കൊറിയോഗ്രാഫി. അതാണ് കുറച്ചുകൂടി കൺവിൻസിങ് എന്ന് പറഞ്ഞ. യെസ്. അപ്പൊ എനിക്ക് വേണ്ടി ഒരു 21 വരെ കൺവിൻസ് ചെയ്തു. ഇതിനിടയ്ക്ക് ഐശ്വര്യ അടുത്ത് ചോദിക്കാനുള്ളത് ശരിക്കും തഗ് ലൈഫിന് എന്തെങ്കിലും തഗ് ലൈഫിനെ പറ്റി പറയില്ല. അതാണ് ഏറ്റവും വലിയ തഗ് ലൈഫ്. വീണ്ടും ഒരു മണിരത്നം സിനിമ ജൂൺ 20-25 കറക്റ്റ് അല്ലേ? ജൂൺ 2025ലാണ് റിലീസ്. മണിരത്നത്തിന്റെ സിനിമയാണ്. കമലഹാസൻ നായകൻ. കമലഹാസൻ സർ. നന്ദി, നമസ്കാരം. അവര് ചോദിക്കുന്നുണ്ട്, അപ്പൊ അറിയാട്ടൊന്നും ഇവർക്കെല്ലാവർക്കും ആൻസർ
ആൻസർ അറിയാം. ഞാൻ പറയട്ടെ, എനിക്ക് ആൻസർ അതൊന്ന് പറയൂ. മ്യൂസിക് ആണോ? ചെറിയ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കമൽ സാറിനെ എനിക്ക് കണ്ടു, പരിചയപ്പെട്ടു, അത്രേ ഉള്ളൂ. മണിസാറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മണിസാർ ഹായ് ബൈ, പക്ഷേ ക്യാരക്ടറിനെ കുറിച്ച് നല്ലൊരു ഐഡിയ തരും. ഈ പറഞ്ഞ ജൂൺ 2025 തഗ് ലൈഫ് റിലീസ് ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. രണ്ടാമത്തെ സിനിമ എന്നുള്ള രീതിയിൽ മണി സാറിൻ്റെ സിനിമയിലേക്ക് എത്താൻ പറ്റിയതിൽ ഐശ്വര്യ ഭയങ്കര ഹാപ്പി. ഇതുപോലെ ഒരാള് പറഞ്ഞ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണതിന് മുന്നേ ആൻസർ പറയട്ടെ. ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അതെ, എന്റെ പടത്തിന് മാർക്കറ്റ് ചെയ്യാനും ഐശ്വര്യ. അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, ഇദ്ദേഹത്തിന്റെ അടുത്ത പടമാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. പുള്ളി പ്രൊഡ്യൂസർ ആവുന്ന ആ രണ്ടാമത്തെ ചോദ്യം ഞാൻ പടമാണ്. അതില് പെൻഡിക്റ്റിട്ട് എനിക്ക് ചോദ്യം ഉണ്ടായിരുന്നു. ചോദിച്ചോ, അത് ആൻസർ ഇവിടുന്നാണെന്ന്. ആൻസർ എടുക്കാന്ന് മാത്രം. വീണ്ടും കൊളാബ് ചെയ്യുന്നു, വീണ്ടും അഭിനയിക്കുന്നു. സ്വാഭാവികമായിട്ടും അനുപമ ഇപ്പോ മൾട്ടി ലാംഗ്വേജസിലേക്ക് അഭിനയിച്ചു വരികയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് മീറ്റും കാര്യങ്ങളും? എന്തായി ഷൂട്ട്, എവിടെ ആയി, എന്താണ് അപ്ഡേറ്റ്സ്? ഷൂട്ട് ഇപ്പൊ ഏകദേശം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാനല്ല, ഇദ്ദേഹം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അതിന്റെ എഡിറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. എഡിറ്റർ അഭിനവ് സുന്ദർ നായക്കാണ്. ഡയറക്ടർ പ്രണീഷ് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. മ്യൂസിക് ചെയ്യുന്നത് രാജേഷ് മുരുകേഷനാണ്. ഇവര് നേരം തൊട്ടുള്ള കൊളാബറേഷനാണ്. അനുപമ പരമേശ്വരനും മറ്റേ എല്ലാം കൂടെ ആനന്ദ് സി ചന്ദ്രനാണ് ക്യാമറ ചെയ്യുന്നത്. അനുപമ പരമേശ്വരനോടാണ് ആദ്യം കഥ പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഡേറ്റിൻ്റെ ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു എനിക്ക് എല്ലാവർക്കും. അതിനുശേഷം അവർ വീണ്ടും ക്ലിയറായി അനുപമയുടെ അടുത്തേക്ക് തന്നെ എത്തുകയായിരുന്നു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രേമം മുതലപ്പള്ളി നോക്കി വെച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് ഈ സിനിമയിൽ അദ്ദേഹം നായികയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ പ്രിയയുടെ എബീനെ അത് അപ്പൊ കട്ട് ചെയ്തു, ഇതിപ്പോ ഇട്ടാ മതി. അപ്പൊ കട്ട് ചെയ്തു, ഇത് മാത്രം ഇട്ടാൽ മതി. അപ്പൊ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇതും കട്ട് ചെയ്തു. ഞാൻ ഒന്നും കൂടെ പറയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ എബിയുടെ പ്രിയനെയും അദ്ദേഹം ഈ സിനിമയിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് അദ്ദേഹം പെറ്റുകളുമായിട്ട് ഇടപഴകിയാണ് ജീവിക്കുന്നത്. ബൊഗൈൻ വില്ലയില് കുഞ്ചക്ക ബോബൻ ചേട്ടന്റെ പെറ്റുകളുമായിട്ട് നന്നായിട്ട് ഇടപഴകി ജീവിച്ചിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. പിന്നെ പെറ്റിന് വേണ്ടിയിട്ട് വേറൊരു സിനിമ മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. അതാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. മതിയോ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ പെറ്റുണ്ട്. അതെ, എനിക്കിത് കേട്ടപ്പോ മിസ്റ്റർ മരുമോനില് സുരാജിനിരുന്ന് പറയൂല, ഒന്നും പറ്റില്ല, എല്ലാവരും നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വന്നാ? ഇല്ല, 2 ദിവസമായിട്ട് ഇത് തന്നെയാണ് പരിപാടി. പുള്ളിയുടെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവരെ പറ്റിയിട്ട് എല്ലാം അറിയപ്പോ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇത് ആദ്യമേ നമ്മള് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതാണ് ഡെപ്തായിട്ട് അറിയാന്നുള്ളത്. അല്ല, അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും മനസ്സിലായിട്ടുണ്ട്. എന്താ പെറ്റിട്ടിട്ട് ഞാനുണ്ട്. അത് പറയാൻ പറ്റാത്തത് അതെന്താന്നറിയോ, ഈ പെറ്റ് ഡിറ്റക്റ്റീവില് ഈ സിനിമയിൽ ആരൊക്കെ ഉണ്ട്? പ്രൊഡ്യൂസേഴ്സ് 6 എണ്ണം അവിടെ നിൽക്കുന്നത്. എല്ലാ സിനിമയിലും എല്ലാ പ്രൊമോഷന്റെ ഇടയിലും അറിയാത്ത പോലെ ഫോൺ എടുത്തിട്ട് പ്രണീഷെ പറയടാ, സോറി പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ഡയറക്ടർ ആയിട്ട് വിളിക്കുന്നത്. അടുത്ത അഭിനവ് സുന്ദർ നായിക്കെ പറയടാ, സോറി പെറ്റ് ഡിറ്റക്റ്റീവിന്റെ എഡിറ്റർ. മിണ്ടാണ്ടിരുന്ന ചിലപ്പോ നമ്മള് ലക്ഷങ്ങൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് എല്ലാം നിരനിരാന്നിരിക്കുന്നു, പുലിച്ചേർത്ത് ഇടിക്കുകയുണ്ട്. ഈ ഭാഗം പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പ്രൊമോഷന് വേണ്ടി ഇനി ഞാൻ ഷർഫിക്കാർക്കൊരു ചോദ്യം ചോദിക്കട്ടെ. വേറെ ആരും ആൻസർ പറയും. ഇപ്പൊ സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ സിനിമയിൽ നോക്കി കാണുന്ന ആളുകളൊക്കെ മനസ്സിലാക്കി വെക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമില്ലേ, അതായത് സിനിമയിൽ സീരിയസ് ആയ റോളുകൾ ചെയ്താൽ അയാൾ നല്ല നടനാവുകയും തമാശ റോളുകൾ ചെയ്താൽ ജസ്റ്റ് അയാൾ ഒരു അഭിനേതാവ് അല്ലെങ്കിൽ വളരെ അഭിനയ പ്രാധാന്യമുള്ളതെന്ന് കണക്കാക്കാറില്ലല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഹാസ്യം കൈകാര്യം ചെയ്യാൻ പാടാണെന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തെ എങ്ങനെ ശരിക്കും നോക്കി കാണുന്നു? ക്ലിയർ ആണോ? നന്നായിട്ട് നോക്കി കാണുന്നുണ്ട്. ചോദ്യം ക്ലിയർ ആണോ? ചില എന്താണ് ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ഒരു വേർതിരിവുണ്ടോ? അല്ലെങ്കിൽ അത് കുറെ പേർക്ക് സീരിയസ് സിനിമകളോട് ഒരു താല്പര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യും കാണുന്നവർക്ക്. അപ്പോൾ അവരൊരു കൈയടിക്കുന്നത് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും. കോമഡി കാണുന്ന കുറേ പേരുണ്ട്. പക്ഷേ നമ്മുടെ മലയാളി ഓഡിയൻസിൽ നമ്മളെപ്പോലെ, നമ്മളുടെ മലയാള സിനിമ പോലെ കോമഡി ഒരു മെയിൻ ജോണർ വന്നിരിക്കുന്ന വേറൊരു ഇൻഡസ്ട്രി ഇല്ല. നമ്മുടെ ഒരു മെയിൻ ജോണറാണ് കോമഡി സിനിമകൾ എന്ന് പറയുന്നത്. ലൈക്ക് പ്രിയൻ സാറ് മുതൽ അല്ലെങ്കിൽ സിദ്ദിഖ് സാറ് മുതൽ പിന്നെ അതിന്
പിടിച്ചു വന്നിരിക്കുന്ന ഒരു ജനറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് കോമഡി സിനിമകൾക്ക് വേണ്ടി നമുക്കിവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഹിന്ദിയിലൊക്കെ അത് ഈ അടുത്ത കാലത്ത് തുടങ്ങി, നമ്മളൊക്കെ 80s അങ്ങനെയുണ്ട്. അപ്പോൾ കോമഡി മലയാള സിനിമയുടെ ഒരു ജീവനാണ്, എനിക്ക് അതിന് തോന്നുന്നു. ശരി ശരി. ഈ സ്പൂഫുകൾ ചെയ്യുന്ന കാര്യം സിനിമക്ക് മുമ്പ്, അപ്പൊ ഈ സ്പൂഫുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ തോന്നും. സിനിമകൾ കണ്ടു കഴിയുമ്പോൾ ഇതിൽ ഇങ്ങനെ പറഞ്ഞൂടെ എന്നുള്ള സംഭവത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു സ്പൂഫുകൾ ജനിക്കുന്നത്. ശരിക്കും ഇത് ഫ്രണ്ട്സ് ആയിട്ട് ഒരു സിനിമ കാണുമ്പോൾ അത് അപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നതാണോ, അതോ ഫ്രണ്ട്സ് ആയിട്ടുള്ള വീണ്ടും ഉള്ള ഇപ്പൊ നമ്മൾ പഴയ സിനിമകൾ സംസാരിച്ചില്ലേ അതുപോലെ ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് കണ്ടന്റ്? ഇതുപോലെ ഡിസ്കഷനിൽ വരുന്ന ഇപ്പൊ 6-ാം തമ്പുരാനിലും നമുക്ക് ഒരുപാട് പരിപാടികൾ ചെയ്യാൻ പറ്റുമല്ലോ സ്പൂഫായിട്ട്. ഭാസ്കരൻ കൈവച്ച കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. കണ്ടിട്ടില്ലേ? ഞാൻ ആടലോട്ടൊക്കെ അല്ല, അപ്പൊ ഈ പറയുന്നത് ഞങ്ങളൊക്കെ അത് ആലോചിച്ചു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെ സംഭവം ഇതിൽ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ വരുന്നത് നോർമൽ ടോക്കിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അതിൽ ബ്രോ ഒരു പാട്ട് പാരഡി ആക്കുമ്പോൾ ശരിക്കും ആ ഒരു പാരഡി ഈ മീറ്റർ പിടിച്ച് എന്തെങ്കിലും എഴുതുക എന്നുള്ളതാണ്, അതൊരു കണ്ടന്റ് ആണോ മനസ്സിലാദ്യം വരിക, അതോ ആ മീറ്ററുള്ള സംഭവം വർക്ക് ചെയ്യുക? ഓരോ പാട്ടനുസരിച്ച് ഇപ്പോൾ ചിലപ്പോൾ ചിലത് ഏതെങ്കിലും ഒരു വാക്ക് വരും, അപ്പോൾ ആ വാക്കിൽ നിന്ന് ഫുൾ നമ്മളൊരു കോണ്ടന്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോണ്ടന്റ് വെച്ചിട്ട് അത് വെച്ചിട്ട് ഫുൾ എഴുതുക, അത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ആ ചെയ്യാറുണ്ട്. അത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. കറക്റ്റ് അതിനനുസരിച്ച് പാട്ട് കിട്ടി നമുക്കതൊരു രസമാണെന്ന് തോന്നിയാൽ മാത്രമേ ചെയ്താൽ പോലും, അല്ല ചെയ്യാത്ത ഇഷ്ടം പോലെ ഉണ്ട്. അപ്ലോഡ് ചെയ്യാത്ത ഇഷ്ടം പോലെ ഉണ്ട്. അതെന്താ അപ്ലോഡ് ചെയ്യാത്തത്? അത് ഇഷ്ടപ്പെട്ടില്ലടാ, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ നീ അപ്ലോഡ് ചെയ്തത്. സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ഫൈനലി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് സിനിമ ശരിക്കും November 21 റിലീസാണ്. ഹലോ മമ്മി. ഒരു മിനിറ്റ് എല്ലാവരും എന്നോട് ഓക്കെ. ചേട്ടന് ഇതൊരു കാര്യം മനസ്സിലായിട്ടില്ല. സിനിമ നമ്മളോട് വെക്കുക. അല്ല ഇതെന്ത് അല്ല, വേറെ നമ്മള് ഈ സിനിമയുടെ ടൈറ്റിൽ ക്യാരക്ടർ ആരാന്ന് അറിയാലോ അല്ലെ? അതെന്താന്ന് അറിയാവോ? ഹലോ മമ്മി അല്ലേ? ആ അതന്നെ. ഹലോ അളിയനെ പറയുമ്പോഴല്ല ഹലോ അന്ന് ഞാൻ പറയാം, സിനിമയെ പറ്റി ഞാൻ 2 വാക്ക് സംസാരിക്കും. തീർച്ചയായിട്ടും. സിനിമ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ട്രെയിലർ കണ്ടപ്പോൾ ഈ ഹലോ മമ്മി എന്നുള്ള കഥാപാത്രം ഐശുവിന്റെ അമ്മയാണ്. ഓക്കെ, നമുക്കത് ഒരുപാട് റിവീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ട്രെയിലറിലുള്ള കാര്യം. പക്ഷെ ഞങ്ങള് കണ്ണാടി വെക്കുന്നത് മമ്മീനെ പറ്റി പറയുമ്പോ ഞങ്ങൾ കണ്ണാടി വെക്കാറുണ്ട്. അതെനിക്കറിയില്ല, എന്നാ അത് പറയും. അല്ല അപ്പൊ കുട്ടി കണ്ണാടി വെച്ചോളൂ. ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ പടം 3D ആണെന്ന് വിചാരിക്കും. അത് അതിപ്പോ അല്ല, ഫണ്ടിനപ്പുറം കണ്ണാടിക്ക് എന്ത് പ്രാധാന്യമാണ് ഹലോ മമ്മി? ഒരു പ്രാധാന്യമില്ല. വെറുതെ എന്നെ സിനിമകളൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന മമ്മിയെ മമ്മിയുടെ പ്രസൻസ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന മമ്മിയെ നിങ്ങളും അറിയുക, നിങ്ങൾ അറിയാൻ 21-ാം തീയതി തിയേറ്ററിൽ എത്തുക. Meet Mommy on 21st. മീറ്റ് മമ്മി ഓൺ 21st. മീറ്റ് മമ്മി ഉണ്ട്. മമ്മി ഓൺ 21st. ഹാഷ്ടാഗ്. November 21 ഹലോ മമ്മി റിലീസാണ്. മീറ്റ് മമ്മി. അപ്പൊ തിയേറ്ററിൽ പോയി എല്ലാവരും കാണാം അല്ലേ? മീറ്റ് മമ്മി. മീറ്റ് മമ്മി. മീറ്റ് മമ്മി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. പടം വൻ വിജയമാവട്ടെ. Thank you. സൂപ്പറാവട്ടെ. Thank you.